എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഫിലിപ്പീനിയാണ്. എൻ്റെ കൊളീഗ് ഡോക്ടർ ജീന, പുള്ളിക്കാരി എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാധനമാണ്. അതിൻ്റെ പേരാണ് ബൂക്കോ പാണ്ടാൻ എന്നാണ് അവരുടെ പേരാട്ടോ. ബൂക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിക്കിനും അവർ പറയുന്ന പേരാണ് ബൂക്കോ പാണ്ടാൻ. അപ്പോൾ ഒരു ഫിലിപ്പീനി ഡിഷാണിത്, സ്വീറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നന്നായിരിക്കും നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതുണ്ടല്ലോ, ടപ്പിയോക്ക പേള്. ഇത് നമ്മുടെ കപ്പയുടെ ഇതാണ് കേട്ടോ. നമ്മുടെ ചവര് പോലെ ഇരിക്കുന്നു, പക്ഷെ ഇത് കപ്പയുടെ സാധനമാണ്. കപ്പയുടെ ഇതാണ്. പിന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. ബൂക്കോ പാണ്ടാൻ ഉണ്ടാക്കുന്നതിനുള്ള 2 ജലാറ്റിനാണ് കേട്ടോ. ജലാറ്റിൻ പൗഡറാണിത്. ഒരു ഗ്രീനും ഒരു വൈറ്റും. പിന്നെ നമുക്കിതിനാവശ്യമായിട്ട് കുറച്ച് ഷുഗർ, വെള്ളം വേണം. പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക് കാണുന്നുണ്ട്. ഇവാപ്പറേറ്റഡ് മിൽക്ക്, ഫുൾ ക്രീം, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം, അതായത് ഒരു 1.5 ലിറ്റർ വെള്ളം നമ്മൾ എടുക്കണം. അപ്പോൾ ഏകദേശം 1.5 ലിറ്റർ വെള്ളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ. ഒരു 2 സ്പൂൺ പഞ്ചസാര, അതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് ഇതുണ്ടോ, ഈ പൗഡറാണ്. നമ്മൾ ഇളക്കി കൊടുത്ത് ഇത് കുറേശ്ശെ ഇതിനകത്തേക്ക് ഇട്ട് കാണുന്നില്ല. ഓക്കെ, ഇത് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. ഒരു മണമുണ്ട് ഗൈസ് ഇതിന്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ചെറിയ തീയിൽ. ഞാനിത് സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. ചെറിയ തീയിലാണ് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം. അതിന്റെ കൺസിസ്റ്റൻസി മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതൊന്നിന് തിളച്ച് വരണം ഗൈസ്. ഓഫാക്കട്ടെ.
അടുത്ത് ഇത് നമ്മൾ അതുപോലെ തന്നെ ആക്കി എടുക്കാൻ വേണ്ടി നമ്മളൊരു 3 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് വെള്ളം. കാരണം ഇതിന് വെള്ളം കുറച്ചെടുക്കുന്നത്, കാരണം ഇതിനകത്ത് നമ്മൾ വേറെ സാധനം ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനുശേഷം നേരത്തെ പോലെ തന്നെ 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. ആ പൊടിയിട്ട് എടുക്കുന്നുണ്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബോയിൽ ചെയ്തെടുക്കാം. വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടേ ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതൊന്നുകൂടെ തിളച്ച് വരണം. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയാൽ മതി, ഒത്തിരി നേരം തിളയ്ക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നീളത്തിൽ ഇപ്പൊ നമുക്ക് ഇതേണ്ടേ ടപ്പിയോക്കപ്പിയിൽ ഇതുണ്ടല്ലോ നമ്മുടെ കപ്പയുടെ ഈ സാധനം, നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച്. രസത്തിലിരുന്നുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പൊ ഗൈസ് ഇതെല്ലാം തണുത്ത് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് മിസ് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാരും നോക്കി വെക്കുകയാണ് ഗൈസ്, ഇതിന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയാനായിട്ട്. ഇത് നന്നായി വന്നിട്ടുണ്ട് ഗൈസ്. ഗുഡ്. ഇത് ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് സംശയം പോലെ. മധുരമായി നമ്മളിതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അതിന് മധുരം വരുന്നത്. മധുരം വേണോ?
താഴെപ്പോയി കണ്ടോ, നമ്മൾ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളിക്കുന്നുണ്ടോ, നീളത്തിലെടുക്കും വലിയ കാണാന്. മിക്സും കൂടെ ഇട്ടത് കൂടെ മിക്സിൽ അടിയിൽ ചോറും അതിന്. ഓക്കെ ഗൈസ്, ഇനിയാണ് നമ്മുടെ ഫൈനൽ മിക്സ് വരുന്നത്. ഇതിനകത്തേക്ക് ഫുൾ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുവാണേ, കുറച്ചുകൂടെ തുറക്കാം. ഫുള്ളായിട്ടിടും. സൈഡ് കൊണ്ട് കൈ മുറിയുവേ. കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് കാണാൻ വളരെ ഭംഗിയുണ്ട്. റിവ്യൂസ് പറയാം. ഫസ്റ്റ് റിവ്യൂ ബൈ ഇവാന സുബിൻ കറ്റിരത്തൽ. അടിപൊളിയാണോ? പറയാ, അങ്ങോട്ടൊന്നും പറ. നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട്? നല്ല ആ മിൽക്ക് പാന്റെ കൂടെ ഇതാക്കിയപ്പോ പായസം പോലെ ഉണ്ട്. ഇനി അടുത്തത് ഇച്ചാനൊക്കെ. ഇച്ചാന എങ്ങനെയുണ്ട്? ഇച്ചാന കൊള്ളാട്ടോ.